അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ കാണില്ലേ, നമ്മൾ ആരോടും പറയാതെ നമ്മൾക്ക് മാത്രം അറിയാവുന്ന കുറച്ച് ആഗ്രഹങ്ങൾ ഇല്ലേ? അങ്ങനെ ഒരു ആഗ്രഹം എനിക്കുണ്ടായിട്ടുണ്ട്. ഒന്നല്ല, ഒരുപാടുണ്ടായിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. കാരണം ഇനി എന്ത് ചെയ്യും? എങ്ങനെ ആ ആഗ്രഹം നടന്ന് കിട്ടും എന്ന് ഒരുപാട് വിഷമിച്ചിരിക്കുന്ന അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. എങ്ങനെ അത് സാധിച്ചു കിട്ടും? ആരോടും ഞാൻ അത് പറഞ്ഞിട്ടില്ല. പക്ഷെ എനിക്കത് കിട്ടിയേ പറ്റൂ എന്നുള്ള കുറച്ച് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. ഇൻഷാ അല്ലാഹ് അതെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിന് ഞാൻ പരിശ്രമിക്കുന്നുമുണ്ട്. കാരണം എന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ ഈ ഒരൊറ്റ കാര്യമേ ചെയ്തുള്ളൂ. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു കാര്യമാണ്. ഇനി നമ്മളത് മറന്നാൽ പോലും, നമ്മുടെ ആ ആഗ്രഹം മറന്നാൽ പോലും ഹൈറായിട്ടുള്ളത് കാണുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഒരു നാൾ അത് നടത്തിത്തരും. നമ്മൾ അതിനു വേണ്ടി പ്രയത്നിച്ചില്ലെങ്കിൽ പോലും ഹൈറായിട്ടുള്ളത് കാണുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ മുറുകെ പിടിക്കുകയുമാണെങ്കിൽ പിന്നീട് ഞാൻ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് നിങ്ങൾക്ക് 100% ഞാൻ ഉറപ്പ് തരുകയാണ്. ഇനി എന്ത് വിഷമങ്ങളുമായിക്കോട്ടെ, എന്ത് ദുരിതം അനുഭവിക്കുന്നവരുമായിക്കോട്ടെ, അതെല്ലാം ഈ ഒരൊറ്റ കാര്യം നിങ്ങൾ ചെയ്യുന്നത് കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടറിയാൻ പറ്റും. കാരണം 100% ഉറപ്പ് തരുന്ന ഒരു കാര്യമാണിത്. കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ ജീവിതത്തിലെ ഈ കാര്യം എങ്ങനെ നടക്കും, ആരെന്നെ സഹായിക്കും എന്നിങ്ങനെ ഒരുപാട് വിഷമിച്ചിരുന്ന സമയത്ത് ഞാൻ ചൊല്ലിയ ഒരു കാര്യമാണിത്. ഞാൻ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണിത്. അത് വിജയിച്ചതുമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% ഉറപ്പ് തരികയാണ്. നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. അപ്പം നിങ്ങൾ ചെല്ലേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മളെല്ലാവരും സുബഹി നമസ്കരിക്കാൻ അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കരിക്കാൻ എണീക്കുന്നവരാണല്ലേ? അങ്ങനെ എണീക്കാത്തവരാണ് എങ്കിൽ ഇന്ന് മുതൽ എണീറ്റോളൂ. എണീറ്റേ പറ്റൂ. കാരണം ആർക്ക് വേണ്ടിയിട്ടാണ്? നമുക്ക് വേണ്ടിയിട്ടാണ്. ആരുടെ കടം തീരാൻ? നമ്മുടെ കടം തീരാൻ അല്ലേ? അപ്പം നമ്മൾ തന്നെ പെട്ടേ പറ്റൂ. കഷ്ടപ്പാടെന്നൊന്നും പറയേണ്ട ആവശ്യമില്ല. ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിത്യം ചെയ്യേണ്ട ഒരു കാര്യമാണ് നമസ്കാരം എന്ന് പറയുന്നത്. അത് നമ്മൾ ഒരിക്കലും കളാക്കാൻ പാടില്ല. അതുകൊണ്ട് സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമോ 7 ആയത്തെ കുർസി ഓതുക. അവിടെ ഇരുന്നു കൊണ്ട് തന്നെ 7 മറ്റുള്ള ചിന്തകളൊന്നും മനസ്സിൽ വരാതെ 7 ആയത്തെ കുർസി ഓതുക. എന്നിട്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ നിങ്ങളെ കൊണ്ട് എത്ര ഓതാൻ പറ്റുമോ അത്രയും നിങ്ങൾ ചെയ്യുക. കാരണം അത്രയ്ക്ക് മഹത്വമുള്ള ഒരു ഇസ്മാണ്. ഇപ്പം കോടിക്കണക്കിന് പണങ്ങളൊക്കെ ലോൺ എടുത്ത് എന്ത് ചെയ്യുമെന്നറിയാതെ നിൽക്കുന്നവർ പോലും ഈ ഒരു ഒറ്റ ഇസ്മിന്റെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെട്ടിട്ട് ഒരുപാട് പേരുണ്ട്. നാം പാതി ദൈവം പാതി എന്നല്ലേ? നമ്മൾ കുറച്ച് ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ബാക്കി കുറച്ച് ചെയ്യും. അങ്ങനെയാണ്. അല്ലാതെ എല്ലാം അള്ളാഹുവിന് വിട്ടുകൊടുക്കണമെന്നില്ല. നാം അതിനു വേണ്ടി പ്രയത്നിക്കണം. എന്നാലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ആ വഴികൾ, നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന വഴികൾ എളുപ്പമാക്കി തരും എന്നാണ് പറയുന്നത്. അല്ലാതെ ചുമ്മാതെ വീട്ടിലിരുന്നു കൊണ്ട് ഈ ദിക്റുകൾ ചൊല്ലിയിട്ട് ഒരു കാര്യമില്ല. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രയത്നിക്കണം. അല്ലെങ്കിൽ അതിനുള്ള മാർഗം എങ്ങനെയെങ്കിലും നമുക്ക് അല്ലാഹു കൊണ്ടുതരും എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും സുബഹി നമസ്കാരത്തിന് ശേഷമോ അല്ലെങ്കിൽ തഹജ്ജുദ് നമസ്കാരത്തിന് ശേഷമോ 7 ആയത്തെ കുറിച്ച് ഓതുക. എന്നിട്ട് യാ ഫത്താഹു യാ അല്ലാ എന്ന ഇസ്മ തുടർച്ചയായിട്ട് എത്ര നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമോ അത്രയും ചെല്ലുക. ഇപ്പം കൂടുതലും വിഷമിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് പ്രവാസികൾ. പ്രവാസികൾ മാത്രമല്ല കേട്ടോ, അവരുടെ ഭാര്യമാരും. ഇവർക്ക് ഒരുപാട് കടങ്ങളുണ്ട്. എങ്ങനെങ്കിലും ആ കടങ്ങളൊക്കെ ഒന്ന് വീടിയിട്ട് നാട്ടിൽ വന്ന് ഭാര്യയും മക്കളും മാതാപിതാക്കളുമായിട്ട് ഒന്ന് എന്തെങ്കിലും ജോലി ചെയ്ത് സന്തോഷമായിട്ട് ജീവിച്ചാൽ മതി എന്ന് നിൽക്കുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. അവർക്കൊക്കെ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്യുക. അവരുടെ ഭാര്യമാർ, പ്രവാസികളുടെ ഭാര്യമാർ ഈ ഒരു ഇസ്മ ചെല്ലുകയാണെങ്കിൽ നിങ്ങൾ പോലും അറിയില്ല നിങ്ങളുടെ ഭർത്താവിന്റെ കടം വീടി കിട്ടുന്നത്. അതുകൊണ്ട് എല്ലാ പ്രവാസി ഭാര്യമാരും ഇത് മുറുകെ പിടിക്കുക. പ്രവാസി ഭാര്യമാരല്ല, എല്ലാവരും ഇത് മുറുകെ പിടിക്കുക. കടം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവരും ഇത് മുറുകെ പിടിക്കുക. ഇൻഷാ അല്ലാഹ് ഒരാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾക്ക് അതിനുള്ള ഉത്തരം കിട്ടിയിരിക്കും. ഒറ്റയടിക്ക് കടം തീരുമെന്നല്ല, അതിനുള്ള ഒരു മാർഗം, ഒരു വഴി അല്ലാഹു സുബ്ഹാനഹു വ തആല ചിലപ്പോൾ നമ്മുടെ കടം തന്നെ തീർന്നിരിക്കും ഒരാഴ്ചയ്ക്കുള്ളിൽ. ഇൻഷാ അല്ലാഹ് നിങ്ങളെല്ലാവരും ഇത് മുറുകെ പിടിക്കുക. നമ്മുടെ എല്ലാവരുടെയും കടം അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടി തരുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.